പുന്നപ്ര വയലാർ വാർഷികാചരണ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്നു. എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അത് പിന്നീട് പട്ടംതാട് പിള്ളയുടെയും സി കേശവന്റെയും എ.ജെ. ജോണിന്റെയും ടി.കെ. നാരായണ പിള്ളയുടെയും ഭരണത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി മാറുകയും ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് 57 കേരള ഗവൺമെന്റിന് നേതൃത്വം നൽകുകയും ചെയ്തു. ആ ഗവൺമെന്റാണ് പാട്ടക്കാർക്കും വാരക്കാർക്കും കുടികിടപ്പുകാർക്കും കർഷക തൊഴിലാളികൾക്കുമെല്ലാം തന്നെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം, കുടികിടപ്പിന്റെ ഉടമസ്ഥാവകാശം, കർഷക തൊഴിലാളികളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, മര്യാദ കൂലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം വിദ്യാഭ്യാസ നിയമം, മുണ്ടശ്ശേരി മാസ്റ്ററെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയോഗിച്ച ഇ.എം.എസ്. വിദ്യാഭ്യാസം 8ാം തരം വരെയുള്ള സ്കൂളുകൾ സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമാക്കി പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന് കിട്ടിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ.എം.എസ്. ഗവൺമെന്റിനെ വച്ചു പുലർത്തിയാൽ അങ്ങ് തന്നെ അവസാനം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരും. അതുകൊണ്ട് ഇ.എം.എസ്. ഗവൺമെന്റിനെ പിരിച്ചുവിടുക അല്ലാതെ മാർഗമില്ല എന്ന് ഉപദേശിക്കുകയും ലോകപ്രശസ്തനായ ജനാധിപത്യവാദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇ.എം.എസ്. ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തു. അതിൻ്റെ മറ്റ് ചരിത്ര കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പുന്നപ്ര വയലാർ രണാങ്കണത്തിൽ വീരസ്മൃതിയു ഭരിക്കാൻ വീരസ്മരണ പുതുക്കേണ്ടതായ 100 കണക്കിന് സഹാക്കളാണ് ഈ വലിയ ചുടുകാട് മണ്ണിൽ ഇപ്പോഴും കഴിയുന്നത്. അവരുടെ ധീരമായ അനുസ്മരണത്തിൻ്റെ പതാകയുമേന്തി നമ്മുടെ സഖാക്കൾ വയലാറിലേക്ക് പ്രയാണം ചെയ്യാൻ പോകുകയാണ്. ഇതിനിടയിലുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളുടെയും സ്മൃതി മണ്ഡപത്തിൽ തൊട്ട് 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 അവർ വയലാറിലെ വിപ്ലവകാരിയായ സി.കെ. കുമാരപ്പണിക്കർ, അതേപോലെ തന്നെ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ, അവരെല്ലാം കഴിയുന്ന സ്മൃതി മണ്ഡപത്തിൽ ഈ സഖാക്കൾ എത്തുന്നതും അവരുടെ പുന്നപ്രയിലെ സഖാക്കളുടെ ധീരമായ പോരാട്ടത്തിൻ്റെ സ്മരണ അവരിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ കടമ. ആ കടമ വിജയകരമായി മുന്നേറട്ടെ എന്ന് ഞാൻ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ സഖാക്കൾക്കെല്ലാം തന്നെ എൻ്റെ വിപ്ലവാഭിവാദനം അർപ്പിക്കുന്നു, നിർത്തുന്നു. പുന്നപ്ര വയലാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ.